സുഹൃത്തുക്കളെ, ഒരു ചെറിയ ഫോട്ടോ ഷോയിലേക്കും ആൽപ്പഞ്ചിന്തകളിലേക്കും സ്നേഹമേറിയ സ്വാഗതം. വണക്കം, നമസ്കാരം. ഇന്ന് ചില പടങ്ങൾ, ലോകത്തിലെല്ലാം പടമാണല്ലോ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനെ ആസ്പദമാക്കി ഒരു ചിന്ത മാത്രം പങ്കിടുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ആദ്യമായി എൻ്റെ മനസ്സിലിരിക്കുന്ന ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി നമുക്ക് വളരെ പരിചയമുള്ളൊരു മുഖം കണ്ടുകൊണ്ട് ആരംഭിക്കാം. ഇതാരാണ് എന്ന് ആരെയും പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പോപ്പ് ഫ്രാൻസിസ് ആണ് എന്ന് നമുക്ക് അറിയാം. ഇനിയും നമുക്ക് ഞാൻ ടെക്നോളജിയിൽ വലിയ കഴിവില്ലാത്ത വ്യക്തിയായതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹിക്കുകയും ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. ഇനിയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിപ്പോൾ വിഷാദം തളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ പൊന്തി നിൽക്കുന്ന മുഖം ശ്രീ KP യോഹന്നാൻ്റെ ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 2-3 ചിത്രങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ ആദ്യമായി കണ്ട KP യോഹന്നാൻ ഏതാണ്ട് ഇതുപോലെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതുപോലെയാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം ഇതുപോലെയായി. ഞാൻ അവസാനമായി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇപ്രകാരമാണ്. ഈ പടം നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. എന്നാൽ അദ്ദേഹം പിന്നെ ഔദ്യോഗികമായി പ്രത്യക്ഷപ്പെട്ടത് മറ്റൊരു വിധത്തിലാണ്. അതിൻ്റെ പടം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഇതിനോടനുബന്ധിച്ച് മറ്റ് 2 പടങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ആരുടെ പടമാണ് എന്ന് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഈ അലങ്കാരം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതാ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യജീവിയാണ് ഈ ഇരിക്കുന്നത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുകയാണ്. കാരണം അത് ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇത് മറ്റേതോ ഇതുവരെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ലാത്ത ഒരു അപൂർവ ജീവിത പ്രതിഭാസമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കേണ്ടതിനാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു പടം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു കൊള്ളട്ടെ. ഇതും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മനുഷ്യനാണ്. അങ്ങനെ തോന്നുകയില്ല എങ്കിലും സത്യമായി ഇത് മനുഷ്യൻ തന്നെയാണ്. ഞാൻ ഈ 2-3 അല്ലെങ്കിൽ 5-6 പടങ്ങൾ നിങ്ങളെ കാണിക്കാനായി ശ്രമിച്ചത്. വളരെയധികം പടങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് അനായാസമായി എടുത്ത് കാണാവുന്നതാണ്. കണ്ട് ആസ്വദിക്കുകയും നർമ്മരസമുണ്ടെങ്കിൽ സഹിക്കുകയും ചെയ്യാൻ എളുപ്പമാണ് എന്നുകൂടി സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞാൻ ആദ്യം കണ്ട KP യോഹന്നാൻ ആ ഒരു പടം ഞാൻ നിങ്ങളെ കാണിച്ചു. ഞാൻ അവസാനം കണ്ട KP യോഹന്നാൻ നിറത്തിലും വേഷഭൂഷാദികളിലും ഇരിപ്പിലും നോട്ടത്തിലും മറ്റുള്ളവരുടെ സമീപനത്തിലും വളരെ വ്യത്യാസം പ്രകടിപ്പിച്ച, ഉള്ളിൽ ആ വ്യത്യാസം ഉണ്ടായിരുന്നോ അതോ അത് അഭിനയം കൊണ്ട് വരുത്തിയാണോ എന്നെനിക്കറിയില്ല. ഞാൻ അനുഭവിച്ചത് മാത്രം നിങ്ങളോട് പറയുകയാണ്. അല്പം പോലും പൊടിപ്പും തൊങ്ങലും വെൽക്കാതെ പച്ചയായ പരമാർത്ഥം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദ്യത്തെ KP യോഹന്നാനോട് എനിക്ക് സ്വാഭാവികമായ അടുപ്പം തോന്നിയിരുന്നുവെങ്കിൽ അവസാനം കണ്ട യോഹന്നാനോട് മാനസികവും ആത്മീയവുമായ അകൽച്ചയാണ് എനിക്ക് തോന്നിയത്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, എൻ്റെ കുറ്റമാണ്. കാരണം അത്രമാത്രം പരിശുദ്ധിയുടെ വേഷമണിഞ്ഞ് അധികാരത്തിൻ്റെ കസേരയിൽ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഞാൻ അദ്ദേഹത്തിൻ്റെ
സവിധെ ചാരത്ത് സന്നിഹിതനായിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ന്യായമായും ഒരു ഹ്രസ്വജീവിയായ മനുഷ്യൻ അനുഭവിക്കുന്ന അകൽച്ച. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതേതവസ്ഥയിലാണ് വാസ്തവത്തിൽ മനുഷ്യൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായും ദൈവികമായ വെളിച്ചം എന്നൊരു കാര്യമുണ്ട് എങ്കിൽ, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രാപിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന അവസ്ഥ ഏതാണ്? ആദ്യത്തെ KP യോഹന്നാനാണോ അതോ അവസാനം ഞാൻ കണ്ട KP യോഹന്നാനാണോ? ഈ സമയത്ത് അല്പസമയം നമ്മൾ യേശുവിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് ആകെയില്ല ഞാൻ കരുതുകയാണ്. നാം യേശുവിനെ പറ്റിയുള്ള പല വിധത്തിലുള്ള ചിത്രീകരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും യൂറോപ്പിലുള്ള കലാകാരന്മാർ പടച്ച് ഉണ്ടാക്കിയതാണ് എന്നതുകൊണ്ട് യേശുവിനെ കണ്ടാൽ ഒരു തനി സായിപ്പാണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. ഏറ്റവും പ്രസിദ്ധമായ ചിത്രീകരണമാണ് സോൾമൻ്റെ ഹെഡ് ഓഫ് ക്രൈസ്റ്റ്, സോൾമൻസ് ഹെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. മനോഹരമാണ്. പക്ഷേ അതും ചരിത്രത്തിൽ ജീവിച്ച യേശുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, സാമീപ്യം ഉണ്ടായിരുന്നോ എന്ന് അറിയുവാൻ നമുക്ക് യാതൊരു വഴിയുമില്ല. പിന്നെ യേശു കുരിശും കൊണ്ടുപോയപ്പോൾ ഒരു സ്ത്രീ വന്ന് അവൻ്റെ മുഖം തുടച്ചപ്പോൾ അവൻ്റെ മുഖം ആ തുണിയിൽ പതിഞ്ഞു. അതിനെ ആസ്പദമാക്കി കലാകാരൻ സൃഷ്ടിച്ചതൊക്കെ പറയാൻ കൊള്ളാമെങ്കിലും അത് വിശ്വസിക്കാൻ കൊള്ളുന്ന കാര്യമേ അല്ല എന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾക്കിതിനെപ്പറ്റി വ്യക്തമായൊരു അഭിപ്രായമുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാനത് സ്വീകരിക്കണമെന്നില്ല. എൻ്റെ ചിന്തയിൽ യേശുവിന് ഈ വലിയ ചിത്രകാരന്മാർ കൊടുക്കുന്ന വേഷഭംഗി ഇല്ല എങ്കിലും, ശാരീരിക സൗന്ദര്യമില്ല എങ്കിലും, എല്ലാ സമൂഹത്തിലെയും സംസ്കാരത്തിലെയും സൗന്ദര്യ സൂചകമായ വെള്ള നിറമില്ല എങ്കിലും, അല്ലെങ്കിൽ മുഖ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇല്ല എങ്കിലും യേശുവിൻ്റെ വ്യക്തിത്വത്തിന് അല്പം പോലും വില ഇടുകയില്ല എന്നതാണ് എനിക്ക് എവരോടും പറയാനുള്ളത്. മാത്രവുമല്ല, ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, യേശു ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ ദുസ്വപ്നത്തിൽ പോലും ഈ ഞാൻ മുൻപ് കാണിച്ച വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ഇപ്രകാരം അല്ലെങ്കിൽ ഇപ്രകാരം എൻ്റെ മുമ്പിൽ വന്നാൽ, അല്ലെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടാൽ, ഒന്നിൽ ഞാൻ ബോധം കെട്ടുപോകും, അല്ലെങ്കിൽ ചിരിച്ച് എൻ്റെ ശരീരത്തിൻ്റെ രണ്ട് ഭാഗവും പൊളന്നു പോകും. നിങ്ങൾക്ക് യേശുവിനെ അങ്ങനെ ഒന്ന് വിഭാവന ചെയ്യാൻ കഴിയും? വേണ്ട. യേശുവിൻ്റെ ഏതെങ്കിലും ശിഷ്യന്മാരെ, ഏറ്റവും പണക്കൊതിയനായ യൂദാസിനെ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് വിഭാവന ചെയ്യാൻ കഴിയുമോ? മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ചിത്രകാരന്മാർ ചിത്രീകരിക്കുമോ എന്നുള്ള ഒന്നാന്തരം ടോപ്പ് ക്ലാസ് ഗൗണും ഒക്കെ ഇട്ടാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നും ആകണമെന്നില്ല. ഏറ്റവും തരം താണ വസ്ത്രമായിരുന്നിരിക്കണം. ആകെ എത്ര സെറ്റ് വസ്ത്രമുണ്ടായിരുന്നുവെന്ന് ദൈവത്തിനറിയാം. എന്നാൽ ആ വ്യക്തിത്വ മാഹാത്മ്യം സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ആ ശരീരത്തെ മറയ്ക്കുവാൻ എത്ര മഹത്തായ വസ്ത്രമുണ്ടായിരുന്നു, കയ്യിൽ പിടിക്കാനായി എത്ര കാരറ്റ് ഗോൾഡുള്ള കിംശവടി ഉണ്ടായിരുന്നു. അതിനകത്ത് വല്ല പ്രസക്തിയുമുണ്ടോ? യേശുവിൻ്റെ തലയിലുള്ള കിരീടം, അതിൻ്റെ അനുകരണമായിട്ടാണ് ഇവർ തലയിൽ ഈ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ചിരിക്കാതിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെയെല്ലാം തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് താക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെയെങ്കിലും ബുദ്ധിയും സാമാന്യബോധവും മനുഷ്യ അവസ്ഥകളോടുള്ള ചിന്തയും ചുമതലയും ഉണ്ടാകുമായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് വളരെ വളരെ സങ്കടത്തോടും താഴ്മയോടും അറിയിക്കാനുള്ളത്, ഞാനതുകൊണ്ടാണ്
ഞാൻ സ്നേഹിക്കുന്ന, വിലമതിക്കുന്ന ശ്രീ KP യോഹന്നാൻ്റെ ഉദാഹരണം ആദ്യമേ എടുത്തത്. അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ അപ്പിയറൻസിൽ വന്ന ഗണ്യമായ മാറ്റം അത് ശ്രദ്ധേയമാണ്. അതൊരു യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നു. അതെന്താണ്? ആദ്യകാലങ്ങളിൽ അദ്ദേഹം ആത്മാർത്ഥമായി ആത്മീയ ശുശ്രൂഷ നടത്തുമ്പോൾ, ആത്മീയ യാത്രയിൽ മറ്റുള്ളവരെ നയിക്കുവാനായി അഹോരാത്രം അധ്വാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ നാടകീയമായ വേഷഭൂഷാദികളുടെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെയുള്ള ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഗതികേട് അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹത്തിൽ നന്മയുണ്ട് എന്നും ആ നന്മ വിലയേറിയതാണ് എന്നും ആരും പറയാതെ തന്നെ തിരിച്ചറിയുവാനുള്ള ആത്മീയമായ വിവേകം സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ തൻ്റെ പ്രത്യേകമായ കഴിവുകൾ കൊണ്ടും സാഹചര്യങ്ങളുടെ ആനുകൂല്യം കൊണ്ടും അദ്ദേഹം ധനവാനായി കഴിഞ്ഞ ശേഷം ആ ധനപ്രാപ്തിയിൽ നിന്ന് ഉദിക്കുന്ന വിഭ്രാന്തി, എനിക്ക് മേൽത്തരമായ ശുശ്രൂഷ നടത്തിയാൽ മാത്രം പോരാ, ജനങ്ങളുടെ കണ്ണിൽ ഒരു അംഗീകാരം വേണം, അങ്ങാടിയിൽ മുഖ്യാസനവും വന്ദനവും വേണം, സഭയിൽ വന്ദനവും വേണം, അതിന് തക്കതായ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ബലഹീനത, അതായത് പുരോഹിത വർഗത്തെ പറ്റിയുള്ള അവരുടെ അടിമത്ത മനോഭാവം, അതിൻ്റെ വാല് പിടിച്ച് എവിടെയെങ്കിലും കയറിക്കളയാമെന്ന് അദ്ദേഹം ചിന്തിച്ചതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള അത്ഭുതവുമില്ല. ഇതിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ ഇപ്പോൾ KP യോഹന്നാനെ വിമർശിക്കുന്നു, ഞാനും വിമർശിക്കുന്നു. ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, KP യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നാണക്കേട്, നഷ്ടം, സ്വയം നിന്ന എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, സെൽഫ് ഇൻസൾട്ട്. അദ്ദേഹം ഈ പുരോഹിത വേഷം, ബിഷപ്പിൻ്റെ വേഷം, മെത്രാൻ്റെ വേഷം അണിഞ്ഞാൽ ഏതാണ്ട് പ്രത്യേകമായ മാന്യതയോ സർക്കാരിൻ്റെ കാണിൽ ഏതാണ്ടൊരു വലിപ്പമോ പ്രാപിക്കാമെന്ന മിഥ്യാബോധമാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് തന്നെ തന്നെ ഉയർത്തണം എന്ന KP യോഹന്നാനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചതാരാണ്? മറ്റാരുമല്ല, സായിപ്പല്ല, RSSകാരല്ല, അക്രൈസ്തവരല്ല, ക്രിസ്ത്യാനികളായ മണ്ടന്മാരായ മൊണ്ണവിശ്വാസികളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ മാഹാത്മ്യം അളക്കാൻ ഏക മാർഗം അവനിടുന്ന വസ്ത്രമാണ്. കാരണം മതം ഒരു നാടകശാലയാണ്. നിങ്ങൾക്ക് തികച്ചും ഈ കാര്യത്തെപ്പറ്റി ബോധ്യമുണ്ടായിരിക്കും. നിങ്ങൾ നാടകം കണ്ടിട്ടുള്ളവരാണ്. ഒരു നാടകത്തിലും കഥാപാത്രങ്ങൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രം അണിഞ്ഞുകൊണ്ട് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടാറില്ല. അവർ കൃത്രിമമായ വസ്ത്രാലങ്കാരത്തോടുകൂടെ, കോസ്റ്റ്യൂംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മേക്കപ്പ് ചെയ്താണ് അവർ സ്റ്റേജിൽ സന്നിഹിതരാകുന്നത്. അത് തന്നെയല്ലേ മതത്തിൽ നടക്കുന്നത്? ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു നാടകം കാണാൻ പോയി, പഴശ്ശിരാജ അല്ലെങ്കിൽ ഉണ്ണിയാർച്ച അല്ലെങ്കിൽ തച്ചോളിയോധേനൻ അല്ലെങ്കിൽ ചട്ടമ്പി കവലയിലെ പെണ്ണുകൊച്ചമ്മ അല്ലെങ്കിൽ ചട്ടമ്പി കല്യാണി, ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ഇന്നത്തെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ പ്രത്യാശയോടെ ഇരുന്നപ്പോൾ ഇതാ നിങ്ങൾ സാധാരണ കാണുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്നേരം കോപം പൂണ്ട് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയല്ല. അപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ, ഒരു സിനിമ പിടിക്കുമ്പോൾ, ആ നാടകം അവതരിപ്പിക്കുന്നയാളും അത് കാണാൻ വരുന്ന ജനവും തമ്മിലുള്ള നിശബ്ദമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഒരു ധാരണയുണ്ട്. അതെന്താണ്? ഇങ്ങനെയുള്ള വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ കോരൻ പഴശ്ശിരാജയായി, ഇങ്ങനെയുള്ള വസ്ത്രം ഇട്ടാൽ ജോസ് പ്രകാശ് സ്നാപക യോഹന്നാനായി, ഇങ്ങനെയുള്ള വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ചേച്ചിയമ്മ ചേടത്തി വിശുദ്ധ കന്യമറിയാമായി, ഹല്ലേലൂയ. നമ്മളതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. വസ്ത്രത്തിന്
നമ്മുടെ ധാരണമേലും നാം മനസ്സിലാക്കുന്ന വിധത്തിന്മേലും അത്ര വലിയ സ്വാധീനമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു സാഹിത്യത്തിൽ നിന്ന് ഉദാഹരണവും ഉപയോഗിച്ചു കൊള്ളട്ടെ. ഞാൻ 1973 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അംഗമായി ചേർന്ന് ആദ്യം പഠിപ്പിച്ച ടെക്സ്റ്റ് ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന നോവലാണ്. അതിൽ ഒരു ഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഞാൻ ഓർമ്മയിൽ നിന്ന് അത് ഉദ്ധരിക്കാൻ പോകുകയാണ്. അത് 100% അതുപോലെ ആകാൻ ഇടയില്ല എങ്കിലും ഏതാണ്ട് 95% കറക്റ്റായിരിക്കും. അദ്ദേഹം പറയുന്നത്, എഴുതിയിരിക്കുന്നത്, An army general has his uniform, a bishop has his silk apron, a councillor has his gown, a parish beadle has his cocked hat. ഈ കോക്ഡ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതീകമാണ് കോക്ഡ് ഹാറ്റ്. Remove the uniform from the general, the silk gown from the bishop, the cocked hat from the beadle. What is left? Men, mere men. സാധാരണക്കാരായ ആളുകളാണ്. ഇതാണ് വസ്ത്രത്തിൻ്റെ പവർ എന്ന് ഡിക്കൻസ് എഴുതി വെച്ചത്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ചത് ഇപ്പോൾ ഓർമ്മയിൽ നിന്ന് പൊന്തി വരികയാണ്. ഇത് തന്നെയാണ് മതത്തിൽ നടക്കുന്നതെന്ന് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു തിരുമേനിയും ഈ സഭ കൂട്ടിവെക്കുന്ന തിയേറ്റർ കോസ്റ്റ്യൂം, റിലീജിയസ് തിയേറ്റർ കോസ്റ്റ്യൂം, വിശുദ്ധ വസ്ത്രം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ വസ്ത്രം വിശുദ്ധമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ മുണ്ടും മെത്രാൻ്റെ കുപ്പായവും അലക്കുന്നത് ഒരേ സോപ്പ് കൊണ്ടാണ്, ഒരേ വെള്ളം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരേ വാഷിംഗ് മെഷീൻ കൊണ്ടാണ്. ഇതെങ്ങനെയാണ് വിശുദ്ധ വസ്ത്രമാകുന്നത്? ഈ വസ്ത്രത്തിൽ എന്ത് വിശുദ്ധിയാണ് ഇരിക്കുന്നത്? ഇതിന് ടെക്സ്റ്റൈൽ വിശുദ്ധി എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഞാൻ വളരെ കാര്യമായി ഗൗനിക്കുന്നു എന്ന് നിങ്ങളോട് പറയാനുള്ള കടമ എനിക്കുണ്ട്. എൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ബാഹ്യമായ ഈ ഒരു പ്രകടനങ്ങൾ, എക്സ്റ്റേണൽ അപ്പിയറൻസസ്, അതിൽ മാത്രം ഒരു ജനത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ബിഷപ്പ്, ഒരു തിരുമേനി, ഒരു ആർച്ച് ബിഷപ്പ്, ഒരു കർദിനാൾ ഇപ്രകാരം വലിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തോപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ വടിയൊക്കെ ഇങ്ങനെ പിടിച്ചു വലിയ മാലയൊക്കെ ഇങ്ങനെ തൂക്കി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പച്ച മനുഷ്യൻ, അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് നാം 100% മറന്നുപോകും. 100% മറന്നു. അതിനുവേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ മുൻപിൽ ഈ ദൈവികത്വം നടിച്ചു നടക്കുന്ന ആളുകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, വ്യക്തിത്വത്തിലുള്ള പാപ്പരത്വം, പട്ടിണി, ദാരിദ്ര്യം എന്ത് എന്ന് ജനം അല്പം പോലും, നാം ആരും തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ശ്രദ്ധയെ മറ്റൊരു ദിശയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണ് ഈ പ്രത്യേകമായ വേഷഭൂഷാദികൾ എന്ന പച്ചപ്പരമാർത്ഥം സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? പ്രശ്നം അവിടെയാണ്. ഈ ഇപ്രകാരമുള്ള ഈ തിയേറ്റർ കോസ്റ്റ്യൂം കിട്ടിക്കഴിഞ്ഞാൽ, പരിശുദ്ധ തിയേറ്റർ കോസ്റ്റ്യൂം കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തിപരമായി എനിക്ക് യാതൊരു മേന്മയുടെ ആവശ്യമില്ല. ആത്മീയമായ വെളിച്ചം എൻ്റെ വ്യക്തിത്വത്തിൽ ആവശ്യമില്ല. ഈ കുന്തരാണ്ടം വിട്ടുകൊണ്ട് കസേരയിൽ കയറിയിരുന്നാൽ അത് മാത്രം മതി. പിന്നെ കാണുന്നവരുടെ മേൽ അധികാരം ചവിട്ടി തേക്കുക, അവരെ അടിച്ചമർത്തുക, അധികാരം ഉപയോഗിച്ച് അവരെ അപമാനിക്കുക, ഇത്രയും കൂടെ ആയാൽ സമ്പൂർണ്ണം. എന്നാൽ ഇതൊക്കെ ഇങ്ങോട്ട് പറിച്ചു മാറ്റിയിട്ട് നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സമ്പത്ത് കൊണ്ട്, നിൻ്റെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം കൊണ്ട്, ദൈവഭക്തിയുടെ ആ സൗരഭ്യം കൊണ്ട് നിനക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്വാധീനിക്കുവാനോ അവൾക്ക് നന്മ ചെയ്യുവാനോ സാധിക്കുമോ? നിൻ്റെ വില എന്താണ്?
പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികൾ 100% മറന്നും ഉപേക്ഷിച്ചും ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ. നാം ഒരു വ്യക്തിയുടെ വില, മാഹാത്മ്യം തിരിച്ചറിയേണ്ടത് ആ വ്യക്തി എത്ര ആളുകളുടെ മേൽ തൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കരുത്. പിന്നെയോ ആ വ്യക്തി എത്ര വ്യക്തികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുവാൻ കഴിവുള്ളവനാണ്, അങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആശ്രയിച്ചിട്ടാണ്. ഇതെൻ്റെ ആശയമല്ല, യേശുവിൻ്റെ ആശയമാണ്. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ ഇയാൾ ഇവിടെ നിന്നോ കെട്ടിയിറക്കുന്ന ഒരു ആശയമാണെന്ന് പലർക്കും തോന്നാൻ കാര്യം. യേശു എന്താണ് പറഞ്ഞത്? ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ആ ഫലം കൊണ്ട് വേണം നിങ്ങളെ തിരിച്ചറിയുവാൻ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ തിരിച്ചറിവ്, നിങ്ങൾ ആരാണ് എന്ന് ലോകം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മേന്മ കൊണ്ടോ, നിങ്ങൾ അണിയുന്ന ആഭരണത്തിൻ്റെ തൂക്കം കൊണ്ടോ, നിങ്ങൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വില കൊണ്ടോ ഒന്നും ആകരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള വെളിച്ചം കൊണ്ട് മാത്രം നിങ്ങളുടെ വില നിശ്ചയിക്കപ്പെടണം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം ഏത് തോതിൽ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ച് നിങ്ങളുടെ വില നിശ്ചയിക്കപ്പെടണം. അങ്ങനെ ഒരു മാനദണ്ഡം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയ അപമാനങ്ങൾ, അടിക്കടി പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന ഈ അപഖ്യാതികളുടെ എന്താണ് പറയുന്നത്, മലിനജലമൊഴുകുന്ന ഓടകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കുമായിരുന്നില്ല. The sewer rush of scandals would not have caused such an embarrassment to the believers in Kerala. ഒരാൾ 5 ലക്ഷം രൂപയുടെ ഒരു കുപ്പായം ഇട്ടു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾക്ക് ആ കുപ്പായം മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ പ്രശ്നം. അല്ല, കുപ്പായത്തിന് അതീതമായി എന്തെങ്കിലുമുണ്ട്, 4 പേർക്ക് പ്രയോജനമുള്ള ചക്കക്കുരു എൻ്റെ കയ്യിലുണ്ട് എന്ന ബോധ്യമുള്ളവൻ ഈ വലിയ ചിലവൊക്കെ ചിലവാക്കി തികച്ചും കൃത്രിമമായി കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ളവൻ ചിരിക്കേണ്ട. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ പടങ്ങൾ നിങ്ങളെ കാണിച്ചത്. ഈ കോമാളിത്തരമൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപയോഗിച്ച് ആളുകളെ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ധരിച്ചാലും, മെത്രാന്മാരെ നിങ്ങൾ എന്ത് ധരിച്ചാലും, നിങ്ങൾ അമേരിക്കയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന അണ്ടർവെയർ ഇട്ടാലും നിങ്ങളാകുന്നു. നിങ്ങളെക്കൊണ്ട് ലോകത്തിൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ, നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാനിവിടെ അഭിമാനത്തോടും സന്തോഷത്തോടും പറയുന്നു, KP യോഹന്നാനെ കൊണ്ട് ദീർഘകാലം അനേകം ആളുകൾക്ക് പ്രയോജനമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്ത നന്മകൾ മുഴുവനും കുഴിച്ചു മൂടിയിട്ട് അയാൾ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. അദ്ദേഹം നന്മ ചെയ്തിട്ടുണ്ട്. അനേകം ആളുകൾ ആ നന്മ രുചിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും. പക്ഷേ അദ്ദേഹം ഈ വേഷഭൂഷാദികളിലും ഇരിക്കുന്ന കസേരയുടെ വലിപ്പത്തിലും ആയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ പ്രൗഢിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ പ്രൗഢി വർദ്ധിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ വെളിച്ചം കെട്ട് അടങ്ങിപ്പോയി. പിന്നെ ഞാൻ കാണുന്നത് ആ പഴയ വ്യക്തിത്വത്തിൻ്റെ ചിതാഭസ്മം മാത്രമാണ്. ഞാൻ അവസാനമായി കണ്ടത് KP യോഹന്നാനെ അല്ല, ഒരു മെത്രാപ്പൊലീത്തായാണ്. ആ മെത്രാപ്പൊലീത്ത ഞാൻ പണ്ട് അറിഞ്ഞ് സ്നേഹിച്ച, ബഹുമാനിച്ച, വിലമതിച്ച KP യോഹന്നാൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചിതാഭസ്മമായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് സങ്കടമുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പറയാം. ഇത് KP യോഹന്നാൻ്റെ മാത്രം പ്രശ്നമല്ല. നാം ഏവരും ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ആഭാസത്തരമാണിത്. പക്ഷേ നാം അത് ചെറുപ്പം മുതലേ കണ്ടും കൈമുത്തിയും കാല് പിടിച്ചും ഇങ്ങനെ എന്താ പറയുന്നത്, ഈ താരിപ്പിൽ വളർത്തപ്പെട്ടത് കൊണ്ട് അത് വലിയ കാര്യമാണെന്നും KP യോഹന്നാൻ അങ്ങനെ ചെയ്തതെന്നും പറയുന്നത് ശരിയല്ല.
ശരിയല്ല. ഞാൻ പറയുന്നു, ആരും ഇത് ചെയ്യരുത്. ഞാൻ വ്യക്തിപരമായൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ പലർക്കും ഉടനെ ചുരുക്കു വരും. പക്ഷേ ഇത് പ്രസക്തമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ അല്പം ഒന്ന് ഓർമ്മിക്കുമെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കുറഞ്ഞതൊരു 10-15 വീഡിയോകളിലെങ്കിലും ഞാൻ വെറും ബനിയനും നിക്കറും മാത്രം ഇട്ട് പ്രത്യക്ഷപ്പെട്ടു. പലർക്കും അതുകൊണ്ട് വലിയ വിമിഷ്ടമുണ്ടായി. അവർ വളരെ ശക്തമായ ഭാഷയിലോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങളെ അപമാനിക്കരുത്. പുരുഷന്മാർ ധരിക്കുന്ന ബനിയനും അല്ലെങ്കിൽ വെസ്റ്റ്, സ്ത്രീകൾ ധരിക്കുന്ന പെറ്റിക്കോട്ട് നമ്മൾ വ്യത്യാസം അറിയാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പ്രിയമുള്ളവർ, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞാൻ 40 വർഷം വളരെ സമർത്ഥമായി ടെന്നീസും ബാഡ്മിൻ്റനും കളിച്ച വ്യക്തിയാണ്. ഞാൻ ടെന്നീസ് കളിക്കുമ്പോൾ ടെന്നീസിൻ്റെ കിറ്റ് ഇട്ടുകൊണ്ട് മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അത് ഷോർട്ട്സും വെസ്റ്റും മാത്രമാണ്. കൈയില്ലാത്ത വെസ്റ്റ്, ടീഷർട്ട് ഇട്ടുകൊണ്ട് പോലും ഞാൻ ഒരിക്കലും ടെന്നീസ് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരു അപാകതയുള്ള വേഷമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. മാത്രവുമല്ല, വലിയ വിലയേറിയ വസ്ത്രമിട്ടും കാണുന്നവിടെ കണ്ണഞ്ചപ്പിക്ക തരത്തിലുള്ള വേഷഭൂഷാദികൾ അവതരിപ്പിച്ചിട്ടും എനിക്ക് ആരുടെയും കൈയടി നേരേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്രകാരമുള്ളൊരു പച്ച മനുഷ്യനാണ്. എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് എൻ്റെ സൗന്ദര്യമല്ല. ചെറുപ്പം മുതലേ ദൈവം എന്നെ സംരക്ഷിച്ചത് എനിക്ക് സൗന്ദര്യമില്ല എന്നതുകൊണ്ടാണ്. എനിക്കതിൻ്റെ ഒരു പരാതിയും ഒരു അഭാവവും ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ എൻ്റെ കൂടെ പഠിച്ച പലരോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മുഖം കുരങ്ങു പോലെയൊക്കെയാണെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാം, പഠിക്കണമെന്ന് എനിക്ക് തോന്നി. മുഖത്ത് ശോഭയില്ലെങ്കിൽ തലയോട്ടിയില്ലേ, അതിനകത്ത് ശോഭ കൊണ്ടു നടക്കാമെന്ന് ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അത് തലച്ചോറുണ്ടെങ്കിൽ, ഈ തലയുടെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിൽ മോന്തയുടെ മിനുസം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതൊരു വലിയ വിടുതലിൻ്റെ, ഒരു ആശ്വാസത്തിൻ്റെ പ്രമാണമായി നാളിതുവരെയും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. KP യോഹന്നാന് സംഭവിച്ചത് സഭാ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥയാണ്. ഇത് നാം തിരിച്ചറിയുക. ഇത് സാധാരണ വിശ്വാസ സമൂഹം, ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ നാണക്കേട് നിറഞ്ഞ അസത്യം പൊഴുത്തു നിൽക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി അന്ത്യം വരെയും തുടരുകയും നാടകമാണ് യേശുവിൻ്റെ മാർഗം എന്നുള്ള തെറ്റിദ്ധാരണ അന്ത്യം വരെയും നമ്മെ മുടിക്കുകയും ചെയ്യും. മനഃപൂർവ്വം ഞാൻ ശക്തിയുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയത്തെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് KP യോഹന്നാനെ വിമർശിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മതം എപ്രകാരം നാം മനസ്സിലാക്കുന്നു, മതത്തെ എപ്രകാരം നാം സംഘടിപ്പിച്ചിരിക്കുന്നു, മതത്തിൻ്റെ ആചാരങ്ങളിൽ നാം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു എന്നതിലാണ് ഇതിൻ്റെ പേര് മുഴുവൻ നിൽക്കുന്നത്. ഉദാഹരണമായിട്ട്, ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ പോകുന്നു. ആ പള്ളിയിൽ ഒരച്ഛൻ വന്ന് ആരാധന നടത്തുന്നു. അച്ഛൻ കുപ്പായമില്ലെങ്കിൽ ആരാധന നടത്താൻ നോക്കും. ഞാൻ ആംഗ്ലിക്കൻ ട്രഡീഷണൽ ട്രെയിനിങ് പ്രാപിച്ച ആളാണ്. ഓരോ ആഴ്ചയും ഇടുന്ന സ്റ്റോൾ അതിന് ഇന്ന നിറമായിരിക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിറം അല്പം ഒന്ന് തെറ്റിയാൽ വലിയ കോപമുണ്ടാകും. അപ്പം എന്നെ ട്രെയിൻ ചെയ്തത് ഒരു ഇംഗ്ലീഷുകാരനാണ്, ഒരു ഇംഗ്ലീഷ് അച്ഛനാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ആദ്യകാലത്ത് 1983 ഇത് സംഭവിക്കും. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചാപ്പലിൽ ഞാൻ ആദ്യമായിട്ട് സർവീസ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ സീനിയറാണ്, എന്നെ പരിശീലിപ്പിക്കാനായിട്ട് അവിടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വെസ്റ്റ്മെൻ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോളിൻ്റെ നിറം തെറ്റിപ്പോയി. അദ്ദേഹം എന്നെ നിറയെ വഴക്ക് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ കാര്യം. എന്നാൽ ഇതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട് എന്നും അവിടെയാണ് വെളിച്ചം സ്ഥിതി ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ നാം കൂട്ടാക്കത്തരത്തുള്ള കാലം ഈ KP യോഹന്നാൻ എന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ, ആദരണീയനായ മനുഷ്യന് സംഭവിച്ച വ്യതിയാനങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് നടന്നില്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും. എന്നാൽ നടന്നാൽ നമ്മുടെ സഭയിലുള്ളവരല്ല എങ്കിൽ അവരെ നമ്മൾ കല്ലെറിയുകയും ചെയ്യും. നമ്മുടെ സഭയിലുള്ളവരാണെങ്കിൽ നമ്മളവരെ കൈമുത്തും കാല് നിൽക്കും. ഈ ഒരു ഇരട്ടത്താപ്പ് ക്രിസ്ത്യാനി അവസാനിപ്പിക്കണം.
ചില തുണിത്തരങ്ങളിട്ടതുകൊണ്ട് നിങ്ങൾ ആരെയും ബഹുമാനിക്കരുത്. ബഹുമാനം അർഹിക്കുന്നവർക്ക് മാത്രമേ ബഹുമാനം കൊടുക്കാവൂ. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വഷളനെ നിന്ദിനായി എണ്ണുവാൻ തക്കവണ്ണം ആത്മീയമായ തൻ്റെ ഇടം കാണിക്കാൻ വിശ്വാസം മുന്നോട്ട് വരണം. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഞാൻ എറണാകുളത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് കത്തോലിക് ഓർത്തഡോക്സ് ബാവ അവിടെ വന്ന് ഇറങ്ങി ഓടി വന്ന് എൻ്റെ തലയിലോട്ട് പുള്ളിയുടെ കുരിശും കൊണ്ടൊരൊറ്റ തട്ട്. ഞാനിത് പ്രതീക്ഷിച്ചതല്ല. ആ മനുഷ്യൻ്റെ കുരിശും കൊണ്ട് എൻ്റെ തലയ്ക്ക് മുട്ടിക്കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള നിർവൃതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം പ്രകടിപ്പിക്കാനായിട്ട് ദുരുപയോഗം ചെയ്യാൻ കയ്യിലൊരു കുരിശുണ്ട്. അത് കുരിശിൻ്റെ അപമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ തലയിൽ വന്ന് മുട്ടിക്കാൻ ഇയാൾക്കാരാണ് അവകാശം കൊടുത്തത്. ഇയാളുടെ കയ്യിലിരുന്ന കുരിശിൻ്റെ വില എന്താണ്? അതുണ്ടാക്കിയിരിക്കുന്ന സ്വർണ്ണമില്ലേ? അതിൻ്റെ വിലയുണ്ടോ അയാളുടെ കയ്യിലിരിക്കുന്ന കുരിശിന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. നിൻ്റെ വ്യക്തിത്വത്തിന് വിലയുണ്ടോ? ഞാൻ നമസ്കാരം ചെയ്യാൻ തയ്യാറാണ്. നിൻ്റെ കാല് തൊടാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ ഒരു കസേരയിൽ ഇരുന്നത് കൊണ്ട്, ചില തുണിത്തരങ്ങൾ കൊണ്ട്, ഒരു സ്വർണ്ണ കുരിശും പിടിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് എൻ്റെ തലയിൽ വന്ന് മുട്ടാൻ നിനക്കാരാണ് അവകാശം തന്നത്? നീ ആരാണ്? വിശ്വാസ സമൂഹം ഇപ്രകാരമുള്ള നിലപാടെടുത്തില്ല എങ്കിൽ ഈ പാപ്പരത്വം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുമെന്ന് മാത്രമല്ല, അനുദിനം ഇത് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ അപകടമാണ്, ഇതിൻ്റെ അന്താളിപ്പാണ്, ഇതിൻ്റെ തകർച്ചയാണ് നാം അനുദിനം കണ്ടുകൊണ്ടേയിരിക്കും. അതൊരു വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുത്തി ചിന്തിച്ച് അയാളെ കല്ലെറിയുന്ന സ്വഭാവമല്ലേ? ഇതിൽ സത്യം തൊട്ടു തേച്ചിട്ടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് സോറൻ കീർക്കെഗാഡ് എന്ന് പറയുന്ന ഡച്ച് ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നഗ്നനായി നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടാകുമോ? ചോദ്യമാണ്. നഗ്നനായി നിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടാകുമോ? മെത്രാന്മാരോടും കൂടെ ആണ് ആ ചോദ്യം എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടെ ശ്രീ KP യോഹന്നാൻ്റെ ഓർമ്മകളുടെ മുൻപിൽ എൻ്റെ ആദരാജ്ഞലികൾ ആ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു.